മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം പറയണം നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, അത് അന്നന്നൊക്കെയുള്ളത് അന്നന്ന് മതി എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഞാൻ നിങ്ങൾക്ക് സകലതും നൽകാമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നാം ദൈവത്തിൻ്റെ രാജ്യമോ നീതിയോ അന്വേഷിക്കാറില്ല. നാളെ നാം എന്ത് ചെയ്യുമെന്നുള്ള ഒരു വ്യാകുലതയാണ്. വളർന്നു വരുന്ന മക്കൾക്ക് ഞാൻ നാളെ എന്ത് ചെയ്യും, ഞാനൊരു വീട് എന്ന് വയ്ക്കും, ഞാനൊരു കല്യാണം എനിക്കെന്ന് കൈകൂടി വരും, അല്ലെങ്കിൽ എന്നൊരു തലമുറ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് പലവിധമായ ആ ഭാരത്തിലാണ് ഇന്ന് മനുഷ്യൻ. ഓരോ ദിവസവും അവർക്ക് ഭാരങ്ങൾ കൂടുന്നു. പ്രിയ ദൈവമക്കൾ, നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ കൂടുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നു. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ വിചാരപ്പെടേണ്ട, അന്നത്തേക്കുള്ള അന്ന് കിട്ടുമെന്ന്. നാം ഈ ലോകത്ത് വരുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടതെല്ലാം കരുതി തന്നിട്ടുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോഴത് കിട്ടുവാൻ ഉടനെ കിട്ടും, ചിലപ്പോഴത് കാലതാമസം എടുക്കും. പ്രിയ ദൈവമക്കളെ, ഞാനും എൻ്റെ ജീവിതത്തിലും ഞാൻ ചില സമയം ഇത് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അപ്പോഴും ലഭിക്കാതെ ചില വർഷങ്ങൾ കഴിഞ്ഞ് അത് ഞാൻ വിചാരിച്ചിരിക്കാതെ നേരങ്ങളിൽ കിട്ടിയതും നടന്നതും ആയ കാര്യങ്ങൾ എനിക്കറിയാൻ സാധിക്കും. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും കർത്താവ് ഓരോ സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ നാം ദൈവത്തിൻ സന്നിധിയിൽ നന്ദിയുള്ളവരായി പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ അടങ്ങിയിരുന്ന് നാളെ ദിവസത്തെക്കുറിച്ച് ഭാരപ്പെടാതെ ദൈവരാജ്യത്തെ നീതിയെ അന്വേഷിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ ആ തക്ക സമയത്ത് നമുക്ക് നിറവേറ്റി തന്ന് നമ്മ വഴി നടത്തും. ആയതുകൊണ്ട് നാളെക്കുറിച്ചുള്ള വ്യാകുലതകളും ആകുലതകളും വിട്ട് ദൈവസന്നിധിയിൽ അടങ്ങിയിരിപ്പാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.